ഇപ്പോൾ ഈ പേന ചലിക്കുന്നത് സിനിമാ കഥ എഴുതാനല്ല, എൻ്റെ ആത്മഹത്യാക്കുറിപ്പിന് വേണ്ടിയാണ്. ലോക മലയാളികളെ കൊടുവിടാ ചിരിപ്പിച്ച കഥകൾ എഴുതിയ ഞാനിപ്പോൾ മൊബൈലിലും ടി വിയിലുമൊക്കെ കണ്ടു ചിരിക്കാൻ പറ്റിയ കഥാപാത്രമായി. നിറം പിടിപ്പിച്ച എൻ്റെ കഥകൾ പല ചാനലുകൾക്കും റീഡിംഗ് പോയിന്റായി മാറി. എവിടെയാണ് എനിക്ക് പിഴച്ചത്? എന്താണ് എനിക്ക് പറ്റിയത്? എൻ്റെ കുടുംബം, എൻ്റെ കരിയർ, എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം അവസാനിപ്പിച്ചു. ഇനി അവസാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ സാം തടത്തിൽ. നടുവ് പൊട്ടി ഉണ്ടാക്കുന്ന കാശൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഞാനേ ഈ പ്രായ സമയത്തെ എനിക്കൊന്ന് അണിഞ്ഞൊരുങ്ങണം. ഞാൻ മാല വാങ്ങിച്ചു, വളം വാങ്ങിച്ചു, ചെരുപ്പ് വാങ്ങിച്ചു. അണിഞ്ഞൊരുങ്ങണം. നിനക്കൊക്കെ നല്ലവണ്ണം സോപ്പിട്ട് മുഖം കഴുകി വെളിയിറങ്ങണം ധൈര്യം. നിനക്കൊക്കെ ആകാശേ, 2 കസേര വേണ്ട കസേര വേണ്ട. താങ്ക് യു. അല്ല, നിങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നോ അതോ എന്നെ കാണാൻ വേണ്ടി വന്നതോ? സാറിനെ കാണാൻ വേണ്ടി തന്നെ വന്നത്. സാർ, ഈ സെറ്റ് അത്ര പോരല്ലോ. ഇത് ആരുടെ പടം? ഇത് ഒരു പുതിയ ഡയറക്ടറിന്റെ ലോ ബഡ്ജറ്റാ. കാണാനുണ്ട്. സാർ, ഇതിന്റെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? ആ, കാസ്റ്റിംഗ് നേരത്തെ കഴിഞ്ഞായിരുന്നു. ആക്ച്വലി ഇതിന്റെ പകുതി എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം പ്രൊഡ്യൂസറായിട്ട് എന്തോ പ്രശ്നം വന്നിട്ട് അത് നിർത്തിയതാ. പിന്നെ ഒരു പുതിയ പ്രൊഡ്യൂസറിനെ കണ്ടിപ്പോ പയ്യൻ ഓണാക്കിക്കൊണ്ട് വന്നതാ. സാർ മുമ്പൊരു പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതെന്തായി? അത് യെസ്. അത് ഉടനെ ഓണാവും. അതിന് ബിനോയ്ക്ക് ഞാൻ ഒരു വേഷം പറഞ്ഞിട്ടുണ്ട്. ആണോ? സാറേ, വേഷമാണെങ്കിൽ നല്ല സ്ക്രീൻ സ്പേസ് ഉള്ള വേഷം വേണം. അതല്ലാതെ വെറുതെ ഒരു വേഷം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സാർ നല്ല ക്യാരക്ടർ അല്ലാണ്ട് പറയില്ലല്ലോ ബിനോയ്. അല്ല സാറേ. ബിനോയ്, എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാവും. പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയാലോ. ഒരു താരത്തിനെ നോക്കിയാണ് സിനിമ ഓണാക്കുന്നത്. പിന്നെ അവരുടെ കൈയെടുത്തല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു സമയവും. നമുക്ക് നോക്കാം, നല്ല സിനിമയുടെ ഭാഗമാകാൻ നോക്കാം. ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ. സോണി ചേട്ടനാണോ മേക്കപ്പ്? അതെ, അറിയോ? പിന്നല്ലാതെ. നിങ്ങൾ സംസാരിച്ചിരിക്കെ സ്ക്രീൻ സ്പേസ് ഉണ്ടല്ലോ, അത് മറക്കണ്ട. ഓക്കെ? എടോ, തനിക്ക് നാണമല്ലേ? അയാൾക്ക് ഒരു താല്പര്യമില്ല. പിന്നെ എന്തിനാണ് ഈ സെറ്റോട് സെറ്റ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ഒരു വർക്കിനും പോകൂല. കൊറേ മെഗാ സീരിയലിൽ നിന്നൊക്കെ വിളി വന്നതാ, പക്ഷെ ഒന്നിനും പോവില്ല. സിനിമയിൽ കേറിയിട്ട് പൃഥ്വിരാജ് ആവാൻ നടക്കുക. ഈ രീതിയാണെങ്കിൽ അത് നടക്കും കേട്ടോ. എടോ, അയാളിവിടെ നടന്നിങ്ങനെ ലൈഫ് തുലയ്ക്കാതെ ആകെ ഒന്നല്ലേ ഉള്ളൂ. അത് നല്ല രീതിയിൽ ജീവിച്ച് തീർക്ക്. തനിക്ക് സിനിമയിലൊക്കെ ഒന്ന് നോക്കിക്കൂടെ? നല്ല സൗന്ദര്യമൊക്കെ ഉള്ളതല്ലേ? അതിന് ഇയാള് സമ്മതിക്കില്ല സാറേ. എവിടെ പോയാലും എന്റെ കൂടെ ഉണ്ടാവും. പുള്ളിയാണെങ്കിൽ ഒരു ജോലിക്കും പോവില്ലല്ലോ. ഞാനെന്ത് ചെയ്യും? സിനിമയിലൊക്കെ താൻ ചാൻസ് ചോദിക്കണം. ആ മോഡലിംഗ് രംഗത്തൊക്കെ സജീവമല്ലേ? എനിക്ക് മടുത്തു സാറേ. അല്ലെങ്കിൽ തന്നെ എന്നൊക്കെ ആര് സജസ്റ്റ് ചെയ്യാനാ? സജസ്റ്റ് ചെയ്താ പോവോ? കഴിച്ചിട്ട് പോവാം.
ആലോചിച്ചൊക്കെ ഒരു തീരുമാനം എടുക്കും. ഞാൻ എന്തായിരുന്നാലും പറയാം കേട്ടോ. വലിയ ഉപകാരം. നീ ഇന്ന് പോണ്ട, കുറച്ചു നേരം അങ്ങോട്ട് ഇവിടെ കിടക്കാം. ലൊക്കേഷൻ വേണ്ടി 8 മണിക്ക് വരും. ഓ, ഞാൻ മാത്രം മറന്നുപോയി. നീ ഇപ്പൊ വലിയ സെലിബ്രിറ്റി അല്ലേ. അവസാനം തിരക്ക് കൂടി കൂടി നിനക്ക് എൻ്റെ അടുത്ത് വരാൻ സമയം കാണൂക്കേ. ഇങ്ങനെ ചങ്കിക്കൊള്ളണ വർത്തനം പറയല്ലേ കേട്ടാ. എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നത് എൻ്റെ സാം കുട്ടനല്ലേ അല്ലേ. അപ്പൊ ഇനി എത്ര തിരക്കുണ്ടെങ്കിലും ഇയാള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ആരും. ബിനോയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? അവൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഒന്ന് കാണട്ടെ എന്നാ ചോദിച്ചത്. എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പാതിരാത്രിക്ക് എന്നെ വീട്ടിൽ തറക്കി വിട്ട ആളല്ലേ. ഇപ്പൊ കൊറേ വർക്കുണ്ട്, ഫെയിം ഉണ്ട്, കയ്യിൽ കാശുണ്ട് എന്നൊക്കെ കണ്ടപ്പോ വീണ്ടും കൂടെ കൂടാനുള്ള പരിപാടിയാ. പിന്നെ അടുത്തറിഞ്ഞവരാരെങ്കിലും വിടുപൊടി. ശരി, ഞാൻ റെഡി ആവട്ടെ. എവിടെ പോണോ? അവിടെ കടാ. അയ്യോ നോക്കി, ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടല്ലേ വരാൻ പോണ്. കൺട്രോളർ ചെറിയാനല്ലേ? ഞാൻ വിളിച്ച് പറഞ്ഞേക്കാൻ സീൻ എടുക്കണ്ടെന്ന്. എനിക്ക് സൂക്കേടാണെന്ന് പറഞ്ഞേക്കാൻ. ആ സൂക്കേട് ഇച്ചിരി കൂടുതലുണ്ടോ അല്ലെങ്കിലും പോയിട്ട് വരാട്ടാ. ഇന്നെന്താ നേരത്തെ വന്നോ? അവളെ മടുത്തോ അതോ അവക്ക് മടുത്തോ? നീ ആരെ കാര്യം പറയണത്? ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എന്തൊക്കെയാ കാണുന്നേ. നിങ്ങളെ ആ മറ്റേ സെല്ലിനെയും കുറിച്ച് എന്തൊക്കെ കഥകളാ ഞാൻ കാണുന്നേ. ഇടി, നിനക്ക് എൻ്റെ ഫീൽഡ് അറിഞ്ഞൂടെ? അങ്ങനെ പല കഥകളും വന്നെന്നിരിക്കും. അതൊന്നും സത്യമൊന്നുമല്ല. ഈ ഊള ചാനലുകൾക്ക് TRP കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലതും ഇറക്കും എന്നിരിക്കും. അതൊന്നും നീ വിശ്വസിക്കാൻ നിൽക്കല്ലേ. നിങ്ങളെ കഥ പറയാൻ മിടുക്കനാണെന്ന് എനിക്കറിയാം. അത് വല്ല ഡയറക്ടറിൻ്റെ അടുത്തോ പ്രൊഡ്യൂസറിൻ്റെ അടുത്തോ ഇറക്ക്. എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഞാനത് വിശ്വസിക്കാനും പോകുന്നില്ല. എന്നെ കൺവിൻസ് ചെയ്യും വേണ്ട. ഈ മൊബൈലിൽ കെട്ടിച്ചമച്ച കഥ കേട്ടോണ്ട് നീ എൻ്റെ അടുത്ത് വരല്ലേ. മതി, നിർത്താം നിങ്ങള്. നോക്ക്, എന്താ ഇത്? ഇന്ന് ഞാൻ ആരെ കുറിച്ചാ പറയാൻ പോകുന്നെന്ന്, എന്താണ് പറയാൻ പോകുന്നെന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയാം. ബാക്കിയുള്ളവർ അറിയാനാണ് ഞാൻ ലൈവ് വന്നത്. ഇതിന് മനസ്സിലായോ? ഈ കാണുന്നത് എന്റെ മുൻഭാര്യയും മറ്റേത് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇത് ഇവരെ ഒരുമിച്ചുള്ളപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇപ്പൊ ഇവരാകുമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. കാരണം അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ ഒരിക്കൽ എന്നെ വലിച്ചെറിഞ്ഞതുപോലെ ഈ പറഞ്ഞവനെയും കളയും. ഇനി ഇവൻ വല്ല ബോണസും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ദേഹത്ത് തൊട്ടു പോവരുത്. മതി, എനിക്ക് മടുത്തു. നമുക്ക് നിർത്താതല്ല ഇവിടെ. ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഞാൻ പോകുമ്പോ എന്റെ കുഞ്ഞിനെ എടുക്കും സ്കൂളിൽ നിന്ന്. എടി, നീ ഞാൻ പറയണമെന്ന് വിശ്വസിക്ക്. നിഷേ, നിഷ, എനിക്ക് പറയാൻ
സെലിൻ, എന്താ ഇതൊക്കെ? എടീ, എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം ഞാൻ ഫോണിലെല്ലാം പറഞ്ഞാണല്ലോ. എടി, അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നല്ലേ? അത് കൊള്ളാം. ഞാൻ തന്നെ ചതിക്കായിരുന്നു. എടോ, താനല്ലേ എന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നടന്ന് കാര്യം സാധിച്ചത്. എന്നിട്ട് ഞാൻ ചതിച്ചുന്നോ? പ്രഗ്നന്റ് ആയതേ താനല്ല, ഞാനാ. നീ എന്തൊക്കെയായി പറയണം? താൻ എന്തിനെങ്ങനെ കിടന്ന് ചാടുന്നേ? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. എടോ, തനിക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് മൂന്നാറിൽ പോയപ്പോ എനിക്ക് സാമിന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോ തനിക്കും ഉണ്ട് ആഗ്രഹം എന്നും പറഞ്ഞ് പിന്നെ നടന്നോന്ന് ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ, അല്ലേ? എടി, പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പറഞ്ഞതല്ല, ചെയ്തു. അതിന്റെ തെളിവാണ് ഞാൻ വാട്സാപ്പിൽ അയച്ചു തന്നത്. നിന്റെ കെട്ടിയവൻ കാരണം എന്റെ കുടുംബം തൊലഞ്ഞിരിക്കുകയാണ്. അത് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഓക്കെ ആക്കിക്കൊണ്ട് വരെയാണ്. അതിനിടയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നവും കൂടെ. ശരി, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമുക്ക് അബോർട്ട് ചെയ്യാം. ആഹാ, അബോർട്ട് ചെയ്തിട്ട് താൻ എന്നെ കറിവേപ്പില തുപ്പിക്കളയണ പോലെ തുപ്പിക്കളയോ? ആണോ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്റെ ഭാവി എന്താന്ന് കൂടെ പറ. തന്റെ ലൈഫിൽ എന്നെ കൂടെ കൂട്ടോ? പറ. സെലിൻ, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ? പിന്നത്തെ കാര്യമല്ല, എനിക്ക് എല്ലാത്തിനും ഒരു കൃത്യത വേണം സാം. മനസ്സിലായില്ല? അബോർട്ട് ചെയ്താ എനിക്ക് അത്ര കിട്ടും. ഓഹോ, അപ്പൊ നീ ഇത് വെച്ച് വിലപേശയാണല്ലേ? അല്ല, താൻ എന്നെ കുറെ കൊണ്ട് നടന്ന് ഉപയോഗിച്ചതല്ലേ, അതിന്റെ കൂലിയായിട്ട് കണ്ടാ മതി. ആ സമയത്തൊക്കെ നീ എന്റെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതങ്ങ് കൂലിയായിട്ട് കണ്ടോണ്ടാ മതി. അപ്പോ തന്റെ തീരുമാനത്തിൽ നിന്ന് തനിക്ക് യാതൊരു മാറ്റവും ഇല്ല, അത് തന്നെ ഉറച്ചു നിൽക്കുക അല്ലേ? ശരി, അപ്പൊ ഇനി എന്താ വേണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം. അനുഭവിക്കാൻ തയ്യാറായിട്ട് നിന്നോ, കേട്ടോ സാം കുട്ട. എടി, ഞാൻ ഓടോ സെലിൻ, തിരക്കഥാകൃത്തിന്റെ മുഖംമുടി അഴിഞ്ഞു വീണത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണല്ലോ. എടാ പരന്നാറി സാമേ, കൊണ്ടു നടന്ന് തിന്നാൻ മാത്രം പോരടാ, നിന്റെ എച്ചിൽ അവളുടെ വയറ്റിലുണ്ടെങ്കിലേ
അത് സമ്മതിക്കാനും വേണോടെ ചങ്കൂറ്റം. പറയട്ടെ സെലിൻ, തൽക്കാലം നമുക്ക് പെട്ടെന്നൊരു ലീഗൽ മൂവ് ചെയ്യാം. എന്നിട്ട് ബിനോയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. അവൻ പറഞ്ഞുണ്ടാക്കിയതേ വരുത്താം. അപ്പോഴേക്കും എല്ലാം ഒന്ന് ശാന്തമാകും. അതൊക്കെ ശരി തന്നെ. ഞാൻ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാം. പക്ഷേ എനിക്കതിന് പ്രതിഫലം വേണം. 25 ലക്ഷം രൂപ. സെലിൻ, നീ എന്താണ് ഈ പറയുന്നത്? എല്ലാം സെലിൻ്റെയും ബിനോയുടെയും ഒത്തുകളിയാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകി. ഇതെൻ്റെ അധപതനമാണ്. ഇനിയും തുന്നിച്ചേർക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം അകന്നുപോയി. പകുതി ചത്ത എന്നെ ഞാനായിട്ട് അവസാനിപ്പിക്കുന്നില്ല. എൻ്റെ ജീവിതം മദ്യത്തിൻ്റെയും മാനസത്തിൻ്റെയും പിറകെ സകലതും മറന്നിറങ്ങിത്തിരിക്കുന്നവർക്ക് ഒരു പാഠമാണ്. അത് മനസ്സിലാക്കി ഒരാളെങ്കിലും പിന്മാറട്ടെ എന്ന് സാം.